വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഔട്ട് വിത്ത് ഫാമിലി. ഞങ്ങളുടെ സ്റ്റെറിൽ പോവാണ് പാപ്പാനെ ഡോക്ടറെ കാണിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. സമയം 10 മണിയൊന്നും ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇവിടെ വീട്ടിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എണീക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ റെഡി ആയിട്ടുണ്ട്. റൂം നോക്കണ്ട കേട്ടോ, റൂം ഫുൾ കച്ചറയാണ്. അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ശേഷം വഴിയെ കാണാം. തലവേദനയുടെ മരുന്നുണ്ട്, തരാം. അവിടെ കുടിക്കോലും കമ്പിയൊക്കെ ഇട്ട് ഒന്ന് മേടിക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ആസ്റ്ററിലെത്തിയേക്കാണ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം. എല്ലാ മന്ത്ലിയും വാപ്പാക്ക് ചെക്കപ്പ് ഉണ്ട്. കാരണം ഒരു സ്ട്രോക്ക് കഴിഞ്ഞ കാരണം വാപ്പാക്ക് മുടങ്ങാതെ എല്ലാ മന്ത്ലിയും ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ സാധാരണ ഉമ്മയും വാപ്പയാണ് വരാറ്. പെപ്പി വന്ന കാരണം നമ്മളെല്ലാവരും കൂടി പോകുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് 3-4 ഡോക്ടർ അവിടെ കാണണം. അങ്ങനെ ഫസ്റ്റ് ഡോക്ടർ അവരെ കാണാൻ കയറി. അത് കഴിഞ്ഞ് അപ്പത്തിനൊരു സമയമായി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോഴും അവരവിടെ വെയിറ്റിംഗ് ആണ് വേറെ ഡോക്ടറെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പേരകളിലാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. എസ്റ്ററിനെ പറ്റി അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ. ഒരു മിനി മോളാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ ഫീലല്ല അവിടെ സത്യത്തിൽ. കണ്ടില്ലേ, ഒരു മാളിലൊക്കെ വന്ന പോലെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ബാർബർ ഷോപ്പ്, ബാങ്ക്, മിനി സൂപ്പർ മാർക്കറ്റ്, എന്താ പറയുക, ഒന്നും അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതില്ല. അങ്ങനെ കല്യാണത്തിനൊക്കെ നമ്മൾ പോയിട്ട് സീറ്റ് പിടിക്കുന്ന പോലെയാണ് ഇവിടെ നമ്മൾ സീറ്റ് പിടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് അവരെയും വെയിറ്റ് ചെയ്ത് അവർക്കുള്ള ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കുറേ നേരം വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് അരീക്കൽ വെള്ളച്ചാട്ടം കാണാൻ പോയാലോ എന്നുള്ള പ്ലാനിൽ അവിടെ നിന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ കുറേ അത്യാവശ്യം ദൂരമുണ്ട്.
ഓക്കെ വീഡിയോ റെഡി. എന്തായി ഗൈസ് നമ്മളിവിടെ എത്തിയിട്ട് കണ്ടത് വൻ ശോകാവസ്ഥയായിരുന്നു. ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് അരീക്കൽ വാട്ടർഫോൾസ് എന്ന് പറയാനുള്ള വെള്ളം പോലും അവിടെ ഇല്ല സത്യത്തിൽ. അത് നമ്മളെ എന്താ പറയുക, അവിടുത്തെ പ്രശ്നമല്ല, ആരെയും പ്രശ്നമല്ല, നമ്മളുടെ കാലാവസ്ഥ അങ്ങനെയാണ് ഇപ്പോഴത്തെ. ഭയങ്കര ചൂടും ഒക്കെ അല്ലേ. പിന്നെ ഈ ഒരു മന്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അവിടുത്തെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലും ഭയങ്കര കച്ചറ വെള്ളമായിരുന്നു. ഒട്ടും വെള്ളമില്ല എന്ന് വെച്ചാൽ ഒട്ടും വെള്ളമില്ല. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ ഇത്രയും ദൂരം വന്നതല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് അങ്ങോട്ട് എടുത്തു. നമ്മളുടെ പെങ്ങളെ ഫോൺ അടിപൊളി ഫോണാണ്. അപ്പോൾ അവളെ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര ഭംഗി തോന്നും. നമ്മളെ ഭംഗി ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഭയങ്കര രസമാണ് അവളെ ഫോണിൽ ഫോട്ടോ എടുക്കുമ്പോൾ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ അവസരം തൊട്ടേ നമ്മളെ ഫോട്ടോ നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ എപ്പോഴും അന്ന് മുതൽ അവളുടെ ഫോണിൽ അല്ലെങ്കിൽ അവളെടുക്കുമ്പോഴാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അവളെ പൊക്കി പറയുന്നതല്ല, ഇതൊരു സത്യം മാത്രമാണ്. ഇപ്പോൾ അവളൊരു പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ ആ ഫോണിൽ ഫോട്ടോ എടുത്താൽ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ അവളെ കൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ വിട്ടു. കാരണം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അഭിപ്രായം ഏപ്രിൽ മെയ് മാസം ഇവിടേക്ക് വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. എൻട്രി പാസ് ഓൺലി 20 rupees ഉള്ളൂ. പക്ഷേ വെള്ളമില്ല ഗൈസ്. വെള്ളച്ചാട്ടത്തിന് വെള്ളമാണ് വേണ്ടത്, പക്ഷെ വെള്ളമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഒരു ട്രിപ്പ് സംഭവം എന്താ പറയുക, സക്സസ് ആയില്ല. പൈസ പോയില്ല, പക്ഷെ പെട്രോൾ അടിച്ചിട്ട് കുറച്ചധികം പെട്രോൾ അടിച്ചു ഗൈസ്. അപ്പോൾ അത് കാരണം അത് കുഴപ്പമില്ല, നമുക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ആസ്റ്ററിൽ വന്നതായിരുന്നു. ആസ്റ്ററിൽ നിന്ന് കുറച്ച് ടൈം വെയിറ്റിംഗ് ഉണ്ടായിരുന്ന കാരണം പറ്റിയായി ഗൈസ്. നടന്നോട്ടാ ഹനീറ്റി. കേറ് ഗൈസ്. അപ്പോൾ നമ്മൾ അരീക്കൽ വാട്ടർഫോൾസ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ തിരിച്ച് ഉമ്മാനെ വാപ്പാനെ എടുക്കാനായിട്ട് ആസ്റ്ററിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നത് ഒരു മാപ്പ് ഇട്ടിട്ട് തന്നെയാണ്, ഇവിടുന്ന് തിരിച്ചു പോകുന്നത് മാപ്പ് ഇട്ടിട്ട് തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ കുറേ മാപ്പ് ഇട്ട് പോയി ലാസ്റ്റ് മാപ്പ് നമ്മളെ ചതിച്ചു ഗൈസ്. നമുക്കിത് ആദ്യമായിട്ടുള്ള അനുഭവമല്ല, മാപ്പ് നമ്മളെ 3-4 തവണ ചതിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ എവിടെയെങ്കിലും ഒരു എൻ്റെ എത്തിയിട്ട് അങ്ങോട്ട് നിർത്തിക്കും. ഇന്നാളൊരു പുഴവക്കിന് തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി വഴി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെയായിരുന്നു അന്നും. അപ്പോഴേ ഞാൻ പറഞ്ഞു അങ്ങനെ ഗൈസ് എങ്ങനെയൊക്കെയോ വഴി വീണ്ടും തിരിച്ചു പിടിച്ച് നമ്മൾ ആസ്റ്ററിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവർ വെയിറ്റിംഗ് ആയിരുന്നു. അവരുടെ ചെക്കപ്പും കാര്യങ്ങളും ഡോക്ടറിനെ കാണുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പാപ്പയും അമ്മയും വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെ അവരെ എടുത്ത് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ടാണ്. അതിനിടയിൽ നമ്മളൊരു ചായ ജ്യൂസ് അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു കടയിൽ നിർത്തിയിട്ടോ. എന്നിട്ട് നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷായി. ഫുഡ് കഴിച്ചില്ല, നൈറ്റ് ഫുഡ് വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത്. കാരണം നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നൈറ്റ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അതിന് പകരം ചെറിയ ഒരു എന്താ പറയുക ലഘുഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് കഴിച്ചു. നേരെ വീട്ടിലോട്ടെത്തി. അപ്പോൾ അന്നത്തെ ഒരു ഡേ ഔട്ട് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.
പറഞ്ഞ സാധനത്തിന്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ട്. നമ്മൾ ഇന്ന് പോവാൻ പോകുന്നത് എവിടേക്കാണ്? ആസ്റ്ററിക്കാണ്. അപ്പൊ ഓക്കെ ഗൈസ്, ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ നമ്മളെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് പാപ്പാനെയും കൂട്ടി ആസ്റ്ററിൽ പോവുക എന്നുള്ളതാണ്. പാപ്പ കിടന്ന് ഉറങ്ങുന്ന കാട്ടിലെ കിടന്ന് കാർ ഓടിക്കുന്ന കാട്ടിലെ. അപ്പോ എല്ലാവർക്കും